പടന്നന്റെ ഉപ്പാനാടാ അവിടെ പടന്നേ സ്വന്തം ഉപ്പാന്റെ പിന്നെ വാടകയ്ക്ക് എടുക്കാനാ സ്വന്തം ഉപ്പാന്ന് പറയുന്നത്. അവിടെ ഗൈസ് എന്റെ ഉപ്പാന്റെ നാട്, എന്റെ ഉപ്പാന്റെ നാട് പടന്നക്കാട്. എന്റെ ഉപ്പാന്റെ നാട് കാണാൻ പറ്റോ ഗൈസ്? കാണാൻ പറ്റും. നിങ്ങൾ പറ അവിടെ പടന്ന അവിടെ എനിക്ക് കാണണമെന്നുണ്ടാ പക്ഷെ പടന്നയില് ഏത് മൂസാജി മുക്ക് എന്നുള്ളൊരു സ്ഥലം അറിയാം ഇല്ലേ? നമുക്ക് കാണാൻ പറ്റാ കാണാനോടാ ഗൈസ്. ഒരേയൊന്നും ഓർമ്മയില്ല എടാ ഗൈസ്. കണ്ടാലോ പക്ഷെ ഈ രാത്രിക്കെല്ലാം കാണാൻ പറ്റോ? പടിഞ്ഞാറെന്നല്ല പടന്ന സ്ഥലം പടന്ന. അവിടെ പടന്ന മൂസാജി മുക്ക് എന്നുള്ളൊരു സ്ഥലം അറിയാം. സ്ഥലം പറ. ഇവിടെ തന്നെ ഇതാ ഈ സ്ഥലം പടന്ന. ആ പടന്ന എല്ലാ സ്ഥലത്തും പോയി ചോദിച്ചോക്കാം. ഇതെന്താന്ന് ഭിക്ഷ യാചിക്കാൻ പോകുന്നത് എവിടെയെന്ന് അറിയേണ്ട ഒരു കറക്റ്റ് എന്തെങ്കിലും ഒരു ഇതറിയോ, എന്തെങ്കിലും ഒരു ലിങ്ക് അറിയോ, എന്തെങ്കിലും എവിടെയെന്നോ അതിന്റെ അടുത്താന്നോ എന്തെങ്കിലും. മൂസാജി മുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ജംഗ്ഷൻ. മൂസാജി ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടുന്ന് ചോദിച്ചു നോക്കിയാ മതി. മുസ്തഫ ചോദിച്ചാ മതി. ഇത് ഭയങ്കര മീറ്റ് പാതിരാത്രിക്ക് എങ്ങനെ മീറ്റ് ചെയ്യും മോനെ? ഒരു ഫോൺ നമ്പർ പോലും ഗെയിമിലില്ല. ഫോൺ നമ്പർ ഉണ്ടോ? ഇല്ലില്ല. ഫോൺ നമ്പർ ഉണ്ട്. അവിടെ എപ്പം പോയതാടാ. ഫോൺ നമ്പറിൽ എങ്ങനെ കണ്ടുപിടിക്കും? അവിടെ നമുക്ക് കാണണമെന്നുണ്ടടാ, ഉപ്പാനെ കാണണമെന്നുണ്ടടാ. പക്ഷെ ചാൻസ് ഇല്ലല്ലേ? ചാൻസ് ഇല്ലേ? കാണാൻ പറ്റോ ഷമീറ? ഉപ്പാനെ കാണാൻ പറ്റോ? അന്വേഷിക്കാൻ പറ്റോ? റാംബോ എനിക്ക് കാണണമെന്നുണ്ട് ഉപ്പാനെ. അല്ല പടന്നെ തന്നെ സ്ഥലം അനക്കറിയാം. പക്ഷെ ആ പടന്ന് നമ്മളിപ്പം പോകുന്ന സ്ഥലം പടന്നാണെങ്കിലേ കാണാൻ പറ്റും. ഫോട്ടോ ഒന്നുമില്ല, കണ്ടാലറിയൂ. പക്ഷെ പണ്ട് കണ്ടല്ലേ സ്ക്രിപ്റ്റ് ലോഡിങ് ചെയ്യുന്നത്. എന്താണ് സ്ക്രിപ്റ്റുകളുടെ ലോഡിങ്? എന്താ എന്റെ ഉപ്പാനെ കാണാൻ പോകുന്ന സ്ക്രിപ്റ്റാ. ഇതാക്കല്ലേ ചോദിക്കടാ ആൾക്കാരോട് എന്ത് ചോദിക്കാനാ? ഒന്നുമില്ല. അനക്കറിയാ ജംഗ്ഷനും ആ സ്ഥലവും അറിയാടാ. മീറ്റ് ഞാൻ പണ്ട് പോയിട്ടേ ഉള്ളൂ. അതായത് ഈടെല്ലാം വരുന്ന മുമ്പ് ഞാൻ അങ്ങ് പോയിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ 5-ാം വയസ്സിൽ 7-8-ാം വയസ്സിലായിട്ട് ഞാൻ ലാസ്റ്റ് കണ്ടത്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ക്യാമറമാൻ സീൻ ഇതാ ജാസി. നോക്കടാ ചെണ്ട പാടാൻ പറ്റില്ല. ഫോട്ടോ ഇല്ല. പിന്നെ എങ്ങനെ കാണാൻ പറ്റും? കാനങ്ങാട് വന്നു. എന്തിനാ കാനങ്ങാട് വരുന്ന മോനെ? ഞാൻ എന്റെ ഉപ്പനെ കണ്ടു മോനെ. ഫസ്റ്റ് എനിക്കെന്നെ കാണാൻ വരാം. പക്ഷെ ഓനോട് പറയാം എന്റെ ഉപ്പാനെ കാണാൻ പോക്കാന്ന് പറ. കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ഞാൻ കാണണമെന്ന് തീരുമാനിച്ച എല്ലാ സ്ഥലത്തും വരുന്നു. പിന്നെ ആടെ വന്നിട്ട് എല്ലാം ഇത് ഇട്ടിട്ട് കാര്യമില്ല. പക്ഷെ എല്ലാ വീട്ടുകാരോട് ഞാൻ എന്ത് പോയി ചോദിക്കുന്നുള്ളതാണ്. ഇത് സ്ക്രിപ്റ്റ് എടാ, എന്ത് സ്ക്രിപ്റ്റ് മുത്തേ? എന്ത് സ്ക്രിപ്റ്റ്? എനിക്ക് അടയാളം എന്ന് വെച്ചാൽ ഞാനില്ലേ പണ്ട് കണ്ടെന്നേ ഉള്ളൂ. അതായത് എന്റെ അതേ മുഖം. പക്ഷെ ബേക്കൽ ഫെസ്റ്റ് എവിടെയാ സ്ഥലം? പേര് ചോദിക്കാം. എന്റെ ഉപ്പാന്റെ പേര് മുസ്തഫ. പക്ഷെ ഈ നാട്ടിൽ എത്ര മുസ്തഫ ഉണ്ടടാ. ഇപ്പൊ ഇതെന്താ ബഫറിംഗ് ഉണ്ടോ? ഉപ്പള എവിടെയാ? കാസർഗോഡ് പോവാ. ഇതെവിടെ പിന്നെ സ്ഥലം? പക്ഷെ മറന്നുപോയി. ഞാൻ പണ്ട് വരെ അവിടെ തന്നെയാണ് പോക്ക്. മീറ്റ് മോംന്നാ. ഉമ്മാന്റെ നാട് കണ്ണൂരാടാ. ഇത് കാസർഗോഡാ. ഞാനുണ്ട്. ഉമ്മാനെ ഞാൻ എപ്പം കാണുന്നില്ല. അല്ല അങ്ങനെയല്ല, മാസത്തിൽ കാണുന്നുണ്ടല്ലോ. ഉപ്പാനല്ലടെ കാണാത്ത. ഉപ്പാനെ കാണണ്ടേ? എത്ര പോണോ? ഇത് കൊറേ പോണോ? ഓൾ പോലീസ് എന്തിന്? പോലീസുകാരോട് ചോദിക്കാൻ പറ്റും. എന്റെ ഉപ്പ എവിടെയല്ലേ? അത്ര
സ്റ്റേ പോസിറ്റീവ്. ഇതല്ലേ മുസാജ് മുക്കല്ലേ? ചോദിച്ചു നോക്കിയാൽ ആരെങ്കിലും ഇറങ്ങി ചോദിച്ചു. സ്ക്രിപ്റ്റാന്ന് തോന്നുന്നുണ്ട്. നീ അങ്ങനെ കറക്റ്റ് സ്ഥലം പറഞ്ഞ. എടാ മുസാജ് മുക്കൽ എനക്ക് അറിയുന്ന പോലെ സ്ഥലം. പിന്നെന്ത് 10ാം ക്ലാസ് ജനിച്ചത് നമ്മളെ നാട്ടിലെ കൂത്തുറ. പിന്നെ എങ്ങനെ എനിക്ക് സ്ഥലം ഉപ്പാന്റെ നാടാടാ. നമ്മള് വരുന്നതിന്റെ മുമ്പ് എനിക്ക് എങ്ങനെ ഈ സ്ഥലം അറിയാം? അവിടെ ഞാൻ ഇതിന്റെ മുമ്പ് ഇവിടെ വരുത്തണ്ടടാ. എങ്ങനെ ഇവിടെ ഉപ്പാനെ കാണാൻ ഞാൻ ഇവിടെ വരുത്തില്ലേ? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്തായാലും സ്ക്രിപ്റ്റ് എന്ന് പറയും. കാരണം ഷമീറിന്റെ ചോദ്യത്തിൽ അറിയാം. അത് ഭയങ്കര എന്തായത് ഉപ്പാനെ കാണാൻ സ്ക്രിപ്റ്റാ. ഭയങ്കര ഇതായിപ്പോഴാണ്. എവിടെ മൂസാജ് മുക്കത്തിയാണ്. മുക്കത്തിലെത്തിട്ട് കാര്യമില്ലടാ മുത്തൻ. അപ്പൊ ആഗ്രഹം ഉണ്ടാക്കാൻ ഞാൻ പറയുന്നുള്ളൂ. അല്ലെ രാവിലെ ഒന്ന് സ്ക്രിപ്റ്റ് ലോഡിങ് തന്നെ നല്ല സ്ക്രിപ്റ്റ്. ഇതാ രാത്രി രാത്രി എന്തായാലും നമുക്ക് തപ്പാൻ സ്ഥലം കണ്ടെത്താം. സ്ഥലം അറിയാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ഇറങ്ങി കിട്ടും. പക്ഷെ ഇപ്പൊ ഇവിടെ ഉണ്ടാന്ന് അറിയാമോ? പണ്ടല്ലേ നീ പറയണത് ഇവിടെ ഉണ്ടായിരുന്നത്? പണ്ടാണ്. പക്ഷെ നാട് കിടത്തന്നല്ലേ ചിലപ്പോ ഉണ്ടാവുമല്ലോ. അതല്ല ഞാൻ പറഞ്ഞേ. ആ ഫണ്ട് തന്നെ എനിക്കറിയാം. അല്ലാണ്ട് ഇപ്പൊ ഒന്നും എനിക്കറിയാം. ഇപ്പൊ ഒരു ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇതാണ് സ്വന്തം നാട്. പടന്നാണ് സ്വന്തം നാട്. അപ്പൊ എന്റെ പങ്ങളെ വീടെല്ലാം ഇവിടെ തന്നെയാണ്. പങ്ങളെ വീട്ടിലെ താമസം. പക്ഷെ കാണാൻ പറ്റണ ഒരു ദിവസം ഞാൻ എന്തായാലും എന്റെ ഉപ്പാനെ തേടി പിടിച്ചു. ആ എന്റെ ഒരു വാക്കാണ്. കാര്യം ഇങ്ങനെ ഇറങ്ങിയ സ്ഥിതിക്ക് എന്തായാലും തേടി പിടിക്കണം. പക്ഷെ ഇന്ന് എന്തായാലും പറ്റൂല. ഇന്ന് പാതിരാത്രി എപ്പെങ്കിലും ഒരിക്കൽ എന്തായാലും ഞാൻ കണ്ടുപിടിക്കും. പോസ്റ്റ് ഓഫീസിനോടെ ഫോട്ടോ ഉണ്ടോ? ആടുണ്ട് തെക്കേപ്പുറം. എന്നോട് ഈയിടെ പറഞ്ഞു എന്റെ മകനെ കൂട്ടി. അയാള് പറഞ്ഞു ഇത് വിശ്വസിക്കാൻ പറ്റോ? ഇതെന്താണ്? ഇയാള് കണ്ടുപ്പാനാരാന്ന് പറയുന്നത്. എന്താന്നല്ലേ അറിയില്ല. പക്ഷെ ആള് കുറച്ച് അവിടെ മെഡിക്കലിന്റെ അടുത്തായ മറ്റേ ബാറ്ററിന്റെ എല്ലാം ബിസിനസ് ഇവൻ കണ്ടിട്ട് 2 വർഷം നമ്മളെ നാട്ടിലെല്ലാവരോടും പറഞ്ഞു നടക്കുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റോ? എന്താണ് ഇതെല്ലാം എന്തിനാ നീ എന്നോട് ചോദിക്കുന്നത്? ഞാനാണ് ഇതിന്റെ വിശ്വസിക്കാൻ പറ്റോ? മീറ്റ് ഇവന്റെ ഉപ്പാറിന് എത്ര പ്രായമുണ്ട് ചങ്ങായിക്ക്? പ്രായം എത്ര ഉണ്ട്? എനിക്കറിയില്ല. അയാൾ ഈയിടെ മെഡിക്കലിനകത്ത് കണ്ടായിരുന്നു. ഇവനെ പോലെ ഞാനപ്പോ ആരെങ്കിലും ചോദിച്ചു നോക്ക് പ്ലീസ്. അങ്ങനെയാണ് ഇന്ന് തന്നെ കാണാം. കിട്ടോ വീട്? പ്ലീസ് ചോദിക്കണ്ടേ? കാണാൻ പറ്റോ? അല്ല ഞങ്ങള് ഷോപ്പ് എടുത്തുനിന്ന് ഇവരെന്നെ പറഞ്ഞു. അയാള് പേര് മുസ്തീച്ചാന്ന്. നീ പറഞ്ഞ മൊത്തം കറക്റ്റാണ്. വീടും പോയി കണ്ടുപിടിച്ച ഞാൻ പോയിക്കോ. ഞാൻ മുമ്പ് ഇൻസ്റ്റയിൽ നമ്പർ എടുത്തിട്ട് പറയാൻ എന്നെ വിളിച്ചിന്. കോണ്ടാക്ട് ചെയ്ത് കുറെ ഫോൺ എടുത്തിട്ടാ എല്ലാരും മീറ്റ്. ഒരു വീട് എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ ഇപ്പൊ ആരെങ്കിലും കണക്ഷൻ ആക്കാൻ പറ്റും. ആരെങ്കിലും ഒരാൾ ഫോൺ ഓഫ് ആയിട്ട് വേറെ ആരും ഇല്ലേ? എടാ എന്നാ പിന്നെ ഇവരെ കുടുംബക്കാർ ഏതെങ്കിലും ചെക്കനായിട്ടുണ്ടല്ലോ. ഇവർക്ക് വന്നോണ്ടെന്നാലും ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ? പടന്നേര് ഞാൻ ഫുട്ബോൾ കളിയാൻ ഇനി വരുന്നുണ്ടോ? ഇനി വരാനാ? അതന്നെ ഉപ്പാനെ കാണാനെങ്കിൽ വരികയാണ്. പക്ഷെ കാണാൻ പറ്റും മീറ്റ് എന്ന് ഒറ്റ കാര്യടാ. ഓക്കെ ഇവര് പറയുന്നത് ഇവർക്കെല്ലാം ഇതും അറിയാമോ? പക്ഷെ ഇതെങ്ങനെ ഈ ആള് കൂടുതലാ. നീ അടിച്ചോടുത്താ മതി. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോ കണക്ക് നടക്കും. ഏകദേശം ഏതെങ്കിലും ഒരു ഏരിയ കൈപ്പാട് ഭാഗത്താണ്. കൈപ്പാട് ഭാഗം പറഞ്ഞ നമുക്കറിയാം. പിന്നെ ഈ ഒരു മൂസാജി ഒക്കെ നമുക്കറിയാം. കറക്റ്റ് നാളെ വിളിച്ചിട്ട്
നമ്മളിന്ന് രാത്രി പോകും. ഇക്കാന്റെ പേരെന്താ? നീ നമ്പർ വാങ്ങി അല്ല മെഡിക്കൽ മൊത്തം ഇർഷാലി ഫേമസ് ഇർഷാലി ഫേമസ് ബ്രോ ഇതാ ഉമ്മാണ് ഇതാ എന്റെ ഉപ്പ ഇതുപ്പ ഒരുമിച്ചടാ ഇതന്നെ ഗൈസ് വീടാണ് ഇവിടെ. അനിയനക്ക് കാണുന്ന ആവശ്യമില്ല. അപ്പൊ ഇയാളാടില്ലേ അതെ ഇത് ലെഫ്റ്റ് നിന്ന് വലിക്കാൻ അറിയുന്നത് അക്കൗണ്ട് സെറ്റിംഗ്സ് അതിന്റെ അടുത്താണോ സെറ്റിംഗ്സ് ഓക്കെ അതൊട്ട് അതില് വീഡിയോ സെറ്റിംഗ് ക്യാമറ സെറ്റിംഗ് അതില് 1080p ഉണ്ട്. FPS KBPS 5000 FPS 50 തന്നെ. വീഡിയോ അല്ലടോ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ ഇങ്ങനത്തെ ഒരു തെളിവ് ആര് കാണിച്ചു തരും? ഞാൻ പറഞ്ഞു ഇവിടുത്തെ റഷീദല്ലോ, റഷീദിനൊന്നും നമുക്ക് കാണുന്നത് സ്ക്രിപ്റ്റ് ഒന്നും ഇപ്പൊ മനസ്സിലായല്ലോ. ഷെരീഫ് പൊളിയാ. ഓക്കെ ഷെരീഫ് നിങ്ങൾ തന്നെ നമ്മളെ പവർ ബാങ്ക് ചാർജ് ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറ്റേ ഇവരെ മാത്രം കൂട്ടിയാൽ മതി. ആൾക്കാരെ കൂട്ടണം. റാംബോ ഇവരെ കൂട്ടണ്ടല്ലോ, നമുക്ക് മാത്രം പോവാം പ്ലീസ്. എടാ പ്ലീസ് നിങ്ങൾ എടാ ഞാൻ മാത്രം പോട്ടെ പ്ലീസ്. പ്ലീസ്. എന്താ ഇത് ഇവിടെ മംഗലപ്പുരക്ക് വന്ന പോലെ ഉണ്ടല്ലോ. എടാ നിക്ക് ആളുകൾ ആരും വേണ്ട എടാ നിക്ക് മമ്മു എടാ ഇത് വീഡിയോ എടുക്കണം. എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? പെട്ടെന്ന് അവർക്ക് കാമ്പൊരു ബുദ്ധിമുട്ടല്ലേ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് കാണിക്കാം. ചിലപ്പോ എന്താ എങ്ങനെ പ്രതികരിക്കാൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. നീ അങ്ങോട്ട് വരുന്നില്ല, അങ്ങോട്ട് വരൂല. ഇല്ല ഇത് കട്ടാക്കുന്നില്ല, കാരണം വന്നിട്ട് റീപ്ലൈ പറഞ്ഞു. അപ്പൊ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കട്ടെ, ഇവിടെ വെക്കുന്നേ ഉള്ളൂ. ആയിക്കോട്ടെ. എടാ നീ മുമ്പ് പോട് മമ്മു, നീയല്ല അവിടെ പോയി നിക്കണ്ടേ? റാംബോ ഷമീറ എടാ മുത്ത ഇങ്ങനെ ഫ്ലാഷ് ഒന്നും അടിക്കല്ല, അവര് കണ്ടു കഴിഞ്ഞാൽ ഇതാവും. പേടിച്ചോ? എന്തേ ലൈവ് എന്താ ഇല്ലേ കിട്ടുന്നില്ല?
റാംബോ എന്താ പറയുക, സുഖല്ലേ? എന്താ വിശേഷം? ഒരു ഉപ്പാന്റെ നാട് ഇതന്നെ. എടാ പാതിരാത്രി 1 മണിക്ക് എന്റെ ഉപ്പാന്റെ ഇതാണെങ്കിൽ പാതിരാത്രിക്ക് വരുന്നത് ഭയങ്കര തെറ്റാണ്. പോയാലോ, വീട്ടിൽ പോ, വീട്ടിൽ പോ. കണ്ട മോശല്ലേ, ആൾക്കാരെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ സ്ഥലം മനസ്സിലായില്ലേ? കാരണം കടലിന് നമ്മള് കണ്ടു എല്ലോ ഏകദേശം ഇതായി എല്ലോ ആയി എല്ലോ അടുത്ത കണ്ടെന്നുള്ള അടുത്ത കണ്ടെന്നുള്ള രാവിലെ ഞാൻ ഇപ്പൊ പോക്കാം. എന്റെ പ്രതീക്ഷ പോയി, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അത്ര പ്രതീക്ഷയില്ല. മുന്നേ മരിച്ചിപ്പോ മുത്തി ഒന്ന് ഇങ്ങോട്ട് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു ആൾക്കാർക്ക് കാര്യങ്ങൾ. നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഒന്ന് ഇതാക്കാം. എന്റെ ഫോണൊന്നും തരാം, എന്റെ ഫോണൊന്നും തരാം. ശരിക്കും പറഞ്ഞാ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഒരു ഇതാണല്ലേ. കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തോ, കാണിക്കാം. വാതിലടക്കാം, വണ്ടി എടുത്ത് എല്ലാവർക്കും താങ്ക്സ്. എടാ ഈ ലൊക്കേഷൻ ഒന്ന് എടുത്ത് വെച്ചേട്ടാ. വിട്ടോ ഗൈസ്, ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്തൊരു സ്ക്രിപ്റ്റാണ്, എന്ത് സ്ക്രിപ്റ്റ് നിങ്ങൾ പറയുന്നത്? എന്ത് സ്ക്രിപ്റ്റ് എന്നാ പറയുന്നത്? ഞാനൊരു കാര്യം, ഇത്രയും ജനങ്ങൾ എന്തിനാണ് ഒരു മണി ടൈം ഒരു വീട്ടിന് മുമ്പിൽ നമ്മൾ ഒറ്റക്ക് ഇവര് നന്നായിക്കോട്ടെ. നാളെ ഉണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ പോലും ഈ ആളുകളെ വിളിച്ചുകൂട്ടി നമ്മളല്ല, നമ്മള് വരുമ്പോ ഇങ്ങനെ ബേക്കിൽ വന്നതാണ്. ബഫറിംഗ് ആണ് ഇത്. റിപ്പോർട്ട് അടിക്കട. എന്ത് സ്ക്രിപ്റ്റ് മൊത്തം ഇതിൽ ശരിക്കുള്ളതാണ്. എന്റെ ഉപ്പാന്റെ നാട് ഇത് ആരെ വീട് പറഞ്ഞത്? ഉപ്പാന്റെ മെരിയോളെ വീട് എന്നോട് പറയുന്നത്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടോ അറിയില്ല, വീടൊന്നും നമുക്ക് അറിയില്ല. വന്നിട്ടുണ്ടോ, പക്ഷെ നമുക്ക് ശരിക്കുള്ള സ്ഥലമൊന്നും നമുക്ക് അറിയില്ല. നിങ്ങള് പിന്നെ ഈ പടന്നേല് ഇപ്പൊ ആദ്യമായിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ മുന്നേ? പടതേന് ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. അതായത് ഞാൻ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ സ്ഥിരം വീട് തന്നെയാണ്. പിന്നെ ഒഴിവാക്കിയതിനു ശേഷമാണ് ഞാൻ പിന്നെ കണ്ണൂർ തന്നെ ഇപ്പൊ അടുത്തൊന്നും ബന്ധം അങ്ങനെ അടുത്തൊന്നും ഇതില്ല. അത് തുറക്കണ്ട. ഷെരീഫ് ഖാൻ നമുക്ക് ഇവിടെ ഇറക്കാട്ടാ. ഇവര് മുന്നിൽ നിന്ന് വണ്ടി എടുത്താൽ നമുക്ക് പോകാൻ പറ്റുമോ? ഹലോ ഗൈസ്, എന്ത് മൂട് പോയി. എൽച്ചായിട്ട് ബ്രോ, എന്തൊരു സ്ക്രിപ്റ്റ് എന്നാ പറയുന്നത്? സ്വന്തം ഉപ്പാന അനക്കറിയില്ല എന്താ ഇത്? ഞാൻ പറയുന്നത് എന്താ ഇത്? ഉപ്പാന ഇതാക്കുന്ന സ്ക്രിപ്റ്റ് എന്താ? നിങ്ങൾക്ക് തന്നെ പറയുമ്പോ ഒരു ഇതില്ല. ഇതാ എന്റെ ഉപ്പ. ഹലോ, എന്താ ഷെരീഫ് നിങ്ങൾ അതിനൊക്കെ കോമഡി ആക്കുന്നത്? ഷെരീഫ് കാര്യം ഫോണും വിളിച്ചിട്ട് ഷെരീഫ്ക്കാണ് അടിപൊളിയിടാം. ഷെരീഫ്ക്ക് ഫോട്ടോ അയച്ചത്. ഷെരീഫ്ക്ക് ഞങ്ങൾക്ക് ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നേ. നമ്മള് വിശ്വസിക്കാൻ പറ്റൂ. പറ്റുന്നതിൽ നിന്ന് നമ്മളെ ഷെരീഫ്ക്കാനെ പറ്റും. ഫോട്ടോ സഹിതാണ് കാണിച്ചത്. അതുകൊണ്ടല്ലേ ഞാൻ പറയാം. എടാ ഇത്രേ ഉള്ളു മോനെ. പോയല്ലോ സ്ക്രിപ്റ്റ് പോകുമ്പോൾ എന്ത് സ്ക്രിപ്റ്റടാ? എന്ത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്? എന്ത് ചെയ്താലും സ്ക്രിപ്റ്റ് എന്നുള്ള സാധനം. ഒരു കാര്യം പറഞ്ഞിട്ട്, നിന്റെയൊക്കെ വീട്ടിൽ ഉപ്പയൊക്കെ ഉണ്ടല്ലോ, ഓന്റെ ഉപ്പ ഇല്ലാത്തതിന്റെ വിഷമം നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അനേഷ് വന്നതാണ്, മനസ്സിലായി? അപ്പൊ അതിന്റെ ഇടയിൽ കിടന്ന് ഈ സ്ക്രിപ്റ്റ് മുമ്പാതാ. അല്ലാണ്ട് ഇവരിങ്ങനെ എന്ത് പറഞ്ഞാലും ഇവര് സ്ക്രിപ്റ്റ് ഇത് മോശമല്ലേടാ, അത്രയും മോശമല്ലേടാ. നീയൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്ത എൽ റാംബോ മറ്റേ ഇതൊന്നും പറഞ്ഞിടുവല്ല. അപ്പൊ നീയൊക്കെ എന്താ കാണിക്കണ? സ്വന്തം ഉപ്പാനെ കാണാൻ പോകുന്നത് സ്ക്രിപ്റ്റ് എന്നല്ല.
ഭയങ്കര നട. എല്ലാത്തിനും മൂക്കടാ വായടാ മുത്തേ വായടാ. ശരി ഞാൻ എന്റെ ചെയ്യുന്നടാ, ഞാൻ എന്റെ ചെയ്യുന്നടാ. സ്വന്തം ഉപ്പാനാ എല്ലെന്നല്ല എന്റെ പറഞ്ഞോടത്തില്ലേ, പറഞ്ഞോടത്തിച്ചാര് സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റ് പറയുന്നത്. ഞാൻ എന്താക്കാനേടാ? ഇല്ലല്ല എടാ സ്ക്രിപ്റ്റ് തന്നെ, സ്ക്രിപ്റ്റ് നല്ല ഇത്രയും അനക്കെന്ത് ഇടാ ടൈം വേസ്റ്റ് ചെയ്യുന്നു ഇത്രയും വന്നിട്ട്. ശരിയടാ ആ സ്ക്രിപ്റ്റ് മുമ്പ് അതെ എന്ത് മുമ്പാനടാ ഷെരീഫ്ക്ക. നിങ്ങൾക്ക് എന്താ 2 വാക്ക് പറഞ്ഞ സ്ക്രിപ്റ്റ് പോലും. നമ്മളിപ്പോ മനസ്സിലാക്കിയത് നിങ്ങളെ ഉപ്പാനെ കാണാത്ത ഒരു പ്രയാസവും പെട്ടെന്ന് ഉപ്പാനെ കൊടന്നീര് വന്നപ്പോ എല്ലാവരും കൂടിയിട്ട് പിന്നെ ഇങ്ങനെ ഫോട്ടോയിൽ കണ്ട് കാര്യങ്ങൾ ഇതായത്. അല്ലാതെ കണ്ടിട്ട് ഇതിലൊരു നാടകം ഒരു ഇതൊന്നും പറഞ്ഞ് നമ്മള് കണ്ടില്ല. ഇതെവിടെ മറ്റേ ജംഗ്ഷൻ എവിടെ? നോ സൗണ്ട് എൽ ചാറ്റ് ബ്രോ. ശരി അല്ല ഇവിടെ മൂസാജി മുക്ക്. ഓക്കേടാ ബായടാ മൂസാജി മുക്ക്. ഓക്കെ എടാ ഉപ്പാന്റെ വില അറിയണം, ഉപ്പില്ലാത്തതിന്റെ വില അറിയണം. എന്നാലേ മനസ്സിലാവും. അത് ഭയങ്കര സങ്കടം പിടിച്ചൊരു കാര്യമാണ്. നീക്ക് ഈ കിടന്ന് കാണിക്കണത് വളരെ മോശമുണ്ടാ. സീരിയസ് ആയിട്ട് ഇങ്ങനെ ചാറ്റ് വീണ്ടും ഇത് പറഞ്ഞിട്ട് ഇട്ടോണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ വെറും എൽ ചാറ്റാണ്ടാ. സത്യമാടാ. റൈറ്റ്